ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 83-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എപ്പിസോഡ് തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങൾ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച നടന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ റീക്യാപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം ലോകത്തിൻ കഥയറിയാതെ വേഗത്തിൻ ഗതിയറിയാതെ ആ പാട്ട് പാടിയതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ലാലേട്ടൻ വന്ന് ഇങ്ങനെ പറയുവാണ്, കേരളത്തെ പോലെ പ്രകൃതി അനുഗ്രഹിച്ച ഒരു ദേശം ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല. മഴയ്ക്കു മഴ, പുഴയ്ക്കു പുഴ, കുന്നുകൾ. എന്നാൽ ഇപ്പോഴതെല്ലാം മാറി. ചൂട് കൂടുന്നു, മഴ കൂടുന്നു, കുന്നുകൾ ഇല്ലാതാകുന്നു. പ്രകൃതി മാറും പോലെ ബിഗ് ബോസ് വീട്ടിലും കാര്യങ്ങൾ മാറി മറിയുന്നു. നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ 82-ാം ദിവസത്തെ എപ്പിസോഡ് തുടങ്ങുകയായി. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വായോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലാലേട്ടനെ കണ്ടതും എല്ലാവരും ഹായ് ലാലേട്ട, നന്നായിട്ടുണ്ട്, നല്ല ഡ്രസ്സാണ്, സീനാണോ മോനെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, ലാലേട്ടൻ നല്ല ചെത്ത് സ്റ്റൈലിലായിരുന്നു കേട്ടോ. എന്തായാലും ഇത് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ജിൻഡോ നന്നായിട്ടുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ജിൻഡോ ലാലേട്ട താങ്ക് യു, എനിക്ക് കണ്ണാടി കിട്ടിയതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ലാലേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജാസ്മിനെ കാണുന്നില്ല. 10 പേരിൽ 9 പേരാണ് ലാലേട്ടൻ വന്നപ്പോൾ ഉള്ളത്. എവിടെ ജാസ്മിൻ? അപ്പോൾ ജാസ്മിൻ വാഷ്റൂം ഏരിയയിലായിരുന്നു. ഓടി വന്നു, പക്ഷേ മൈക്കില്ലായിരുന്നു. പിന്നെ മൈക്ക് തപ്പി പിടിച്ചൊക്കെ വന്നിരുന്നു ണ്ടായിരുന്നു. എന്താ ജാസ്മിൻ, സുഖമായോ? സുഖം ഉണ്ടെന്നും ഇല്ലെന്നും പറയാം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? നന്നായിട്ട് ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാലേട്ട, എനിക്ക് ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് പോയതാണോ അതോ ആൾറെഡി ബാലൻസ് പോയി കിടക്കുവാണോ എന്ന രീതിയിലൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാസ്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഓരോരുത്തരായിട്ട് ടാസ്കിനെ കുറിച്ച് ചോദിച്ചു. ജിൻഡോ അടുത്ത് ചോദിച്ചു, ജിൻഡോ എന്ത് പറ്റി? ഒരു കൺഫ്യൂഷൻ മൊബൈൽ ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിൻഡോ പറയുന്നു, സത്യത്തിൽ ഈ ടാസ്ക് ആർക്കും ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത്. പിന്നെ ലാലേട്ടൻ സായിയോട് ചോദിച്ചു, എന്താ സായി മുയൽ അഫിക്ക് കൊടുത്തത്, എന്താ അങ്ങനെ ചെയ്തെന്ന രീതിയിൽ. അപ്പോഴത്തേക്കും അഫി പറയുന്നുണ്ട്, ആദ്യം ഞാൻ ഋഷിയുടെ മുയൽ സായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടായിരിക്കും സായി എനിക്ക് തിരിച്ചു തന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്ലാസ്മ ടിവിയിൽ ഈ ഗെയിം എന്താണെന്ന് കാണാമെന്ന രീതിയിൽ ആ ഗെയിം കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് സായി മുയലിന് നമ്മുടെ അഫിക്ക് കൊടുത്തിട്ട് അഫി വേണ്ട നീ വെച്ചിരുന്നു എന്നൊക്കെ ഒരു ഡിസ്കഷൻ നടന്നല്ലോ. ആ കാര്യങ്ങളാണ് പ്ലാസ്മ ടിവിയിൽ കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നോറയോട് ചോദിക്കുന്നു, നോറ എന്താണ്? അപ്പോൾ നോറ പറഞ്ഞു, സാർ ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ടതാണ് ഈ ഗെയിം, പക്ഷേ ഇവിടെ എല്ലാവരും ഒത്താണ് കളിച്ചിരിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല എന്ന രീതിയിൽ നോറ സംസാരിച്ചു. അപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കണ്ടിട്ട് അത് അവരുടെ ലക്കാണ്, മീൻസ് സായി ആയാലും അബി ആയാലും അവർക്കാണ് ആ കാർഡ് അവസാനം വരെ കിട്ടിയത്, അപ്പോൾ അതുകൊണ്ട് അവരുടെ ലക്കാണെന്ന രീതിയിൽ അർജുൻ സംസാരിക്കുന്നു. അപ്പോൾ ലാലേട്ടുണ്ടല്ലോ ജിൻഡോട് ചോദിച്ചു, ജിൻഡോ എന്താണ് ഈ ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് ഒത്തുകളിയുണ്ടെന്ന് തോന്നി വന്ന രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞു, അത് ഉറപ്പല്ലേ സാർ എന്ന് പറഞ്ഞതും ഓഡിയൻസൊക്കെ കയ്യടിയായിരുന്നു കേട്ടോ. ഇവിടെ എന്തായാലും അവർ ഗ്രൂപ്പ് ചേർന്നാണ് ഈ ചോർച്ച സിദ്ധാന്തം ഗെയിം കളിച്ചിരിക്കുക എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജിൻഡോയുടെ ആരാധകർ ഏറി വരുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ സിജോയോട് ചോദിക്കുന്നുണ്ട്, സിജോ എന്താണ് നിങ്ങൾ ഈ കളി ഒത്തു കളിച്ചതാണോ? നന്ദനയ്ക്ക് ഒരു പോയിന്റ് നേടാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും സായിയും സിജോയും കൂടി ഇത് ഒത്തുകളി നടത്തിയതാണോ എന്ന രീതിയിൽ ലാലേട്ടൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് സിജോ പറയുന്നുണ്ട് കേട്ടോ, അവൾക്കൊന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന രീതിയിൽ സായിയും സിജോയും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നന്ദന, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, എൻ്റെ എഫർട്ടാണെന്ന രീതിയിൽ നന്ദന സംസാരിച്ചു കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം ചെയ്തു, നമുക്ക് വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് ആ ചോർച്ച സിദ്ധാന്തത്തിൻ്റെ വീഡിയോ കാണിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ കളിച്ച് ജയിച്ചതാണോ? ലാസ്റ്റ് റൗണ്ട് എങ്ങനെയാണ് നിങ്ങൾ കളിച്ചത്, ഇങ്ങനെയാണോ നിങ്ങൾ കളിക്കേണ്ടെന്ന രീതിയിൽ നന്ദനയോട് ചോദിക്കുന്നു. അപ്പം തന്നെ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഒത്തുകളിയാണെന്ന രീതിയിൽ. എന്നിട്ട് ലാലേട്ടൻ സിജോയ്ക്കും ജാസ്മിനും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് നാളെ ഞാൻ വരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് ഫിനാലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരു ന്യൂസ് തയ്യാറാക്കണം. നിങ്ങൾ കണ്ട കാര്യങ്ങൾ, തമാശകൾ എല്ലാം ഉൾപ്പെടുത്തി ഒരു ന്യൂസ് റിപ്പോർട്ടറോ റീഡറായിട്ട് നിങ്ങൾ മാറണം. അതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ച് തയ്യാറാക്കുക എന്ന രീതിയിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ട് ലാലേട്ടൻ ബ്രേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്കിന് ശേഷം ലാലേട്ടൻ അകത്ത് വന്ന സമയത്ത് നമ്മുടെ കണ്ടസ്റ്റൻ്റ് എല്ലാവരുടെ കയ്യിലും ഗ്രാഫ് പേപ്പർ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിച്ചു, എന്താണ് കയ്യിൽ എല്ലാവരും ഗ്രാഫൊക്കെ വെച്ചിരിക്കുന്നത് എന്താണെന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ ഇവിടെ വന്ന ആഴ്ച മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരു ഗ്രാഫ് പോലെ വരച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന റൗണ്ടാണ് കേട്ടോ. അങ്ങനെ ജാസ്മിൻ വന്നു. ജാസ്മിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. ജാസ്മിൻ പറഞ്ഞു, ഫസ്റ്റ് വീക്ക് ഞാനൊരു ഹീറോയിനായിരുന്നു, ഏതോ ഒരു കാര്യത്തിന് ലാലേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, അപ്പോഴത്തേക്ക് എൻ്റെ ഗ്രാഫ് താഴെ പോയി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഏതോ ഒരു കാര്യത്തിനാണോ? അല്ലല്ലോ, കാര്യമുള്ള കാര്യത്തിനല്ലേ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഈസ്റ്റർ ടൈം ആയ സമയത്ത് ലാലേട്ടൻ എന്നെ അപ്രീസിയേഷൻ ചെയ്തപ്പോൾ എൻ്റെ ഗ്രാഫ് ഉയർന്നു, പിന്നെ ഗബ്രി പോയപ്പോൾ വീണ്ടും ഗ്രാഫ് താഴെ പോയി, പിന്നെ എൻ്റെ ഗ്രാഫ് അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഫാമിലി വന്ന സമയത്താണ് കുറച്ച് ഗ്രാഫ് ഒന്ന് ഉയർന്നു വന്നത്. ടിക്കറ്റ് ഫിനാലെ എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഗ്രാഫ് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്ന രീതിയിൽ സംസാരിച്ചു
സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ തന്നെ ഗ്രാഫ് ഉയർന്നു തന്നെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്നത് നോറയാണ് കേട്ടോ. നോറയുടെ ഗ്രാഫ് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടന് പ്രത്യേക അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോറ വന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഞാൻ പവർ റൂമിൽ കയറിയ സമയത്താണ് എൻ്റെ പേരൻസ് വന്നത്. ആ സമയത്ത് എൻ്റെ ഗ്രാഫ് നന്നായി ഉയർന്നു വന്നു. പിന്നെ ടിക്കറ്റ് ഫിനാലിൽ എൻ്റെ ബെസ്റ്റ് കൊടുത്താണ് ഞാനിവിടെ ടാസ്ക് കളിച്ചെന്ന രീതിയിൽ നോറ മനോഹരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്നത് ജിൻഡയാണ് കേട്ടോ. ജിൻഡയുടെ ഗ്രാഫ് കണ്ടത് ലാലേട്ടൻ പറഞ്ഞു ഒരു അംഗം നടന്ന പോലെ ഉണ്ടല്ലോ. അതേ ലാലേട്ടൻ, ഞാൻ വന്ന അന്നു മുതൽ ഒരു അംഗമാണ്. എൻ്റെ അമ്മ പറഞ്ഞയച്ചത് നീ അവിടെ പോയി ആരോടും വഴക്ക് കൂടലെന്ന്. പക്ഷേ ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടി. അപ്പോഴെൻ്റെ കൺട്രോൾ പോയി. ഞാനൊരു ചായയ്ക്ക് വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഊള ചായയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എനിക്ക് ആ ആഴ്ച മണ്ടൻ അവാർഡ് കിട്ടി. ക്യാപ്റ്റൻസി എനിക്ക് കിട്ടിയെങ്കിലും ഫ്ലോപ്പായിപ്പോയി. അമ്മയും അപ്പനും വന്ന് എൻ്റെ നാട്ടുകാർ ഫ്ലെക്സൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതിനുശേഷം ജോജി ചേട്ടൻ വന്നു, എന്നെ മോട്ടിവേഷൻ ചെയ്തു. പിന്നെ ടിക്കറ്റ് ഫിനാലെ 2 ടാസ്ക് വിജയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നു എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ആരാധകരൊക്കെ എന്താ പറയേണ്ട, ആരാധകരെ നിങ്ങൾ ശാന്തരാകുമല്ലോ, ജിൻഡോ പൊളിയായിട്ട് വേറെ ലെവലായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അഭിഷേക് വന്നു, പിന്നെ ശ്രീതു വന്നു. ശ്രീതു ആണെങ്കിൽ അടിപൊളിയായിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ വന്നിട്ട് ശരണി ചേച്ചിയുമായിട്ടാണ് ഫസ്റ്റ് ഒരു കണക്ഷൻ വന്നത്. ശരണി ചേച്ചി പോയ സമയത്ത് ഞാൻ ഡൗൺ ആയി. പിന്നെ താമരയിലയിൽ കിടക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയപ്പോൾ അതിൻ്റെ പവർ പോയി സാർ. പിന്നെ അമ്മ വന്ന് കുറച്ച് ടിപ്സൊക്കെ തന്നു. ടിക്കറ്റ് ഫിനാലെ ടങ് ട്വിസ്റ്റ് ആ ടാസ്ക് ജയിക്കാൻ പറ്റി. ഇപ്പോൾ ഞാൻ എന്താ ലാലേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്നു, ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കുന്ന രീതിയിൽ ശ്രീതു സംസാരിച്ചു. അതിനുശേഷം ലാലേട്ടൻ ബ്രേക്ക് എടുത്തു പോയി. ബ്രേക്കിന് ശേഷം ഒരു ചെയറുമായിട്ടാണ് വന്നത്. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇനി ഇരുന്ന് എന്ന് പറഞ്ഞിട്ട് സിജോ, ഋഷി, നന്ദനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന ഒരു സിമ്പിളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജേണി ടു ബിക്കം ഹൊക്കേഗ് മീൻസ് ഒരു ജാപ്പനീസ് വേർഡാണ് കേട്ടോ. എല്ലാവരിൽ നിന്നും ഓരോ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ എന്ന വ്യക്തിത്വം ഇവിടെ ജീവിച്ചിരുന്നു എന്നും എൻ്റെ ഫാമിലി എന്നെ എങ്ങനെ വളർത്തിയെന്നും കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ബിഗ് ബോസ് ഞാൻ കാണുന്നത്. ദൈവാനുഗ്രഹവും പ്രേക്ഷക പിന്തുണയും കിട്ടുമെങ്കിൽ ഇതിൻ്റെ എൻഡ് വരെ ഞാനിവിടെ ഉണ്ടാകും എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന രീതിയിലാണ് അർജുൻ്റെ ഗ്രാഫിൻ്റെ ഒരു എക്സ്പ്ലെയിൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് അർജുൻ കളിക്കട്ടെ. ലാസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സായിയാണ് കേട്ടോ. സായി ഒരു ടിക്ക് മാർക്ക് പോലെ കിട്ടുന്നത് കേട്ടോ. ഈ ജേണി എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ബെസ്റ്റാണ്. ഞാൻ ഡേ ബൈ ഡേ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഡൗൺ ആയപ്പോൾ ബിഗ് ബോസ് എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ അസുഖം എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റി. ലൈഫിൽ ചെയ്യേണ്ട കാര്യം അപ്പോൾ ചെയ്യണമെന്ന പാഠം എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ ഹാപ്പിയാണ് എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ സായിയുടെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു ക്ലെൻസിങ് നടന്നിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ അത് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്ക് എടുത്തു പോയത്. ബ്രേക്കിന് ശേഷം എവിക്ഷനെ കുറിച്ചിട്ടാണ് ഓരോരുത്തരെ കുറഞ്ഞു വരാൻ പോവുകയാണ്. അർജുൻ സ്റ്റോർ റൂമിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റോർ റൂമിൽ എല്ലാവരുടെയും പേര് എഴുതിയ ഹാർട്ട് പിക്സ് 7 പേരാണ് എവിക്ഷനുള്ളത്. അവരുടെ ഹാർട്ട് പിക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെടുത്ത് കുത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ആരുടെയോ ഹൃദയത്തിൽ എൻ്റെ അടുക്കൽ വരാനുള്ള ആളുണ്ട്, ആരാണ് ആ ഹാർട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് നോറ കൈപ്പൊക്കി. അങ്ങനെ നോറ തന്നെയാണ് ആദ്യം ഹാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീധുവിൻ്റെ ഫോട്ടോസാണ് കിട്ടിയത്. അങ്ങനെ ശ്രീധു പെയിൻറ്റിംഗ് ആണ്. ശ്രീധുവിന് ജാസ്മിനെ കിട്ടി, ജാസ്മിന് നോറയെ കിട്ടി. അപ്പോൾ ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞതൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഋഷിക്ക് അഭിയെയും അഭിക്ക് ഋഷിയാണ് കിട്ടി കേട്ടോ. രണ്ടുപേരുടെ റിസൾട്ട് പെൻഡിങ് ആണ്. ബിഗ് ബോസ് സീസൺ 6 ഇപ്പോഴത്തെ എന്താ പറയണ്ട അണ്ണൻ തമ്പിയായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്, അഭിഷേകിനെ ഋഷിയെയും. എന്തായാലും അതിനുശേഷം സായി നന്ദനയെടുത്തും ലാലേട്ടൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ബിഗ് ബോസ് പറയും. അപ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഗാർഡൻ ഏരിയയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അപ്പോൾ സായി പറഞ്ഞു എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും എന്ന രീതിയിൽ സംസാരിച്ചു. നന്ദന പറഞ്ഞു പ്രേക്ഷക വിധി എന്താണോ അത് ആയിക്കോട്ടെ എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ സൗഹൃദത്തിൽ പരസ്പരം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്താ പറയുക, ഏട്ടൻ പാസമാണല്ലോ. എന്തായാലും അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രണ്ടുപേരും ഹാർട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അങ്ങനെ സായി ഓപ്പൺ ചെയ്തത് നന്ദന എവിക്റ്റഡ് എന്നാണ് കേട്ടോ. സായി ആകെ തകർന്നു, ഡൗണായി. അപ്പോഴത്തേക്കും നന്ദന എന്താണ് സായി ചേട്ടാ, വരൂ ടെൻഷൻ ആകണ്ട, വാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൂളാക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം സിജോയും അഭിഷേകും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു ജിൻഡയൊക്കെ കെട്ടിപ്പിടിച്ച് ജിൻഡപ്പ നമ്മൾ ഇനി എങ്ങനെ തല്ലുകൂടും എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദന അകത്തു പോകുന്നു. ആ താമരയിൽ ഇരിക്കുന്ന സമയത്ത് സായിയും സിജോയും വന്ന് നീ എന്താണോ ഇവിടെ നിന്ന് ആഗ്രഹിച്ചത് അത് എന്തായാലും നേടിത്തരും എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അതിനുശേഷം ഏട്ടന്മാരുടെ പെങ്ങളുട്ടിക്ക് മിൽമയുടെ സ്നേഹോപഹാരം കൊടുക്കുന്നു. പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അങ്ങനെ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഇറങ്ങട്ടെ ബിഗ് ബോസ്, ആയിക്കോട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്നു.
അങ്ങനെ നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഏട്ടന്മാരെ വിട്ടിട്ട് ഏട്ടന്മാരുടെ പെങ്ങൾ കൂട്ടിയത് ഒറ്റയ്ക്ക് യാത്രയാവുകയാണ്. എന്തായാലും ഇവിടെ ആരൊക്കെ വാഴും ആരൊക്കെ വീഴുമെന്ന ഐഡിയ ഇല്ലാത്തൊരു ഷോയാണ് ബിഗ് ബോസ് ഷോ. നേരെ ലാലേട്ടൻ്റെ മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ലാലേട്ടൻ ചോദിക്കുന്നു എന്താണ് എന്ത് പറ്റി എന്ന രീതിയിൽ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും നന്ദന പറയുന്നുണ്ട് എനിക്ക് ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അകത്തുള്ളവർ എന്നെക്കുറിച്ച് അത് പറയുന്നുണ്ടായിരുന്നു, ഞാനത് പക്ഷേ ഇവിടെ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അപ്പോഴത്തെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ പറയരുത്, വലിയ സെലിബ്രിറ്റി ആയിട്ടല്ലേ ഇവിടുന്ന് പുറത്തു പോകുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. ഗെയിമിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, പ്രായം കുറഞ്ഞ കണ്ടസ്റ്റാണല്ലേ, അതുകൊണ്ട് പലരുടെയും അനിയത്തിക്കുട്ടിയായി മാറി, നമുക്ക് വന്ന ജേണി കാണാം എന്ന രീതിയിൽ വീഡിയോ കാണിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ്റെ മുന്നിൽ ചമ്മലും ഞെട്ടലും ഒക്കെ കാണിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ, നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നന്ദനെ യാത്ര ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന നന്ദന അടിപൊളിയായിട്ട് കളിച്ചു. പക്ഷെ കുറച്ച് അഹങ്കാരവും മാത്രമല്ല, എവിടേക്കോ നന്ദനയുടെ ഗെയിം നഷ്ടപ്പെട്ടു പോയി. ഒരു പെങ്ങളൂട്ടി പാസത്തിൽ ഏട്ടന്മാർ ഇങ്ങനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് പെങ്ങളൂട്ടി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നന്നായി വരട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ കേട്ടോ. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു വിജയത്തിന് വേണ്ടി പോരാടുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, നാളെ എവിക്ഷൻ പ്രക്രിയ തുടരും, ഞാൻ പോയി വരാം, നാളെ കാണാം, ശുഭരാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പോയിരിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നത് കേട്ടോ. നാളത്തെ റിവ്യൂമേ ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ലോഗിലെ ബിജി. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ റിവ്യൂമേ സന്ധിക്കും വരെ വണക്കം, ബൈ ബൈ.